ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ഔട്ടിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും സമയങ്ങളാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇനി ഏട്ടൻ്റെ ഫ്രണ്ട് ഞങ്ങളൊരു ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഗ്രാൻഡ് മജസ്ട്രി ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഡിന്നർ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഗ്രാൻഡ് മജസ്ട്രി ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടല്. അപ്പോൾ ഇത് ഞങ്ങൾ ലിഫ്റ്റിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നോവ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഏട്ടനായിരുന്നു എനിക്ക് ഫുഡൊക്കെ എടുത്തു തന്നത്. അപ്പോൾ ഞാനിവിടെ പോസ്റ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും നോവ അവളുടെ തനി സ്വഭാവം പുറത്തെടുത്ത് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ഭയങ്കര സൈലൻ്റ് ആയിരുന്നു അവിടെ. അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇവള് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയെ പോയിട്ട് അവൾക്ക് വേണ്ടതൊക്കെ അവളെടുത്തിട്ട് വന്നു കേട്ടോ. ഞാനെടുത്തേക്കുന്ന റൈസും പിന്നെ ബീഫിൻ്റെ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. ബീഫിൻ്റെ ഒരു ഗ്രേവി പോലത്തെ ഉള്ളൊരു സാധനമായിരുന്നു. പിന്നെ ഞാനെടുത്തേക്കുന്നത് ഗ്രിൽഡ് ചിക്കൻ ആയിരുന്നു. അപ്പോൾ ഏട്ടനും ഏറെക്കുറെ അത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് അറബിക് ഡിഷായിരുന്നു കേട്ടോ. റൈസൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ സ്വീറ്റ്സ് എടുക്കാനായിട്ട് പോയി. ഞങ്ങൾ സ്വീറ്റ്സ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് നോക്കാനായിട്ട് ഞങ്ങൾ ഒരുവിധം എല്ലാം എടുത്തായിരുന്നു. അപ്പോൾ ഞാനും ഇനിയും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. ഇത് കൂടാതെ അവിടെ ഒരു ബ്രെഡ് പുഡിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോവക്കുട്ടിക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടുത്തെ മെയിൻ ഐറ്റംസ്. സാലഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ അറബിക് ഡിഷായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ റിസപ്ഷൻ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ഫ്ലോറിലെ വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴേക്കും ഏട്ടനൊരു ഫോൺ വന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. ആ വിൻഡോ കൂടി പുറത്തേക്കുള്ള വ്യൂ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഫോൺ വിളിയൊക്കെ അവിടെ തകൃതിയെ നടക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റത്തേക്ക് ആളെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
പിന്നെ ഇതാ അവിടെ നിന്ന് ഞങ്ങൾ ഇനിയുടെയും നോവയുടെ ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിതാ ഇറങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിതാ ഞങ്ങൾ നേരെ ഫിഷ് മാർക്കറ്റിലോട്ട് വന്നതാണ്. അവിടെ നിന്ന് അടുത്തായിരുന്നു കേട്ടോ ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ ഫിഷ് മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനാണ് കേട്ടോ മീനിൻ്റെ ആൾ. അപ്പോൾ ഏട്ടനും ഇനിയേക്കും അങ്ങനെ മീൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എനിക്കാണെങ്കിൽ നേരെ തിരിച്ചാണ് കേട്ടോ, മീനില്ലാതെ ഇറങ്ങത്തില്ല. പക്ഷെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടുത്തെ മീനിന് വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഏട്ടനങ്ങനെ മീനിൻ്റെയൊക്കെ റേറ്റ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി വെക്കാനായിട്ട് ഞങ്ങൾ എടുത്തേക്കുന്ന അയലപ്പാരയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അയലപ്പാര എന്നാണ് കേട്ടോ പറയാം. ഇത് ഈ ചേട്ടെടുക്കുന്ന മീൻ, അതിൻ്റെ വാലിൻ്റെ മുകളിലായിട്ട് മുള്ളാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങളെടുത്തത് നെയ്മീനായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒത്തിരി വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും ഞങ്ങൾ എടുത്തില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ 4-5 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ മീൻ വാങ്ങാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറി വെക്കാനും ഫ്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരേ ടൈപ്പ് മീൻ തന്നെ എടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 4-5 ദിവസം ഒരേ മീൻ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് മടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വേറെ മീനാണ് എടുക്കാറുള്ളത്. പിന്നെ ഞങ്ങൾ എടുത്തേക്കുന്നത് ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വെജിറ്റബിൾ മാർക്കറ്റും ഉണ്ട് കേട്ടോ. അത്ര വലിയ മാർക്കറ്റൊന്നും അല്ല, ചെറിയൊരു വെജിറ്റബിൾ മാർക്കറ്റാണ്. പക്ഷെ ഭയങ്കര റേറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ രാത്രി കുറേ വൈകിയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കടകളെല്ലാം ഏകദേശം ക്ലോസ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല ഫ്രഷ് ജിർജിറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ജിർജിറൊക്കെ പോലുള്ള സാലഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങാറുണ്ട്. അത് അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങാറുള്ളത്. അപ്പോൾ ഇത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് തേങ്ങ വാങ്ങാനുള്ള കാര്യം മറന്നത് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ വാങ്ങാനായിട്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ള കടയിലോട്ട് കയറിയതാണ്. എത്ര ഓർത്ത് വെച്ച് പോയാലും എന്തെങ്കിലും ഒരു സാധനം മറക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കണ്ട. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.